ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ റമളാനിനെ കുറിച്ച് നമ്മളെ അറിയിച്ച ഒരു ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത്. സൂറത്തുൽ ബഖറയിലെ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. സത്യവിശ്വാസികളെ, ലഅല്ലകും തത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനു വേണ്ടി, മതഭക്തരാകുന്നതിനു വേണ്ടി, തികഞ്ഞ മതബോധമുള്ളവരാകുന്നതിനു വേണ്ടി, അതിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു വ്യക്തമാക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമളാനിന്റെ മാസം. ഖുർആൻ ആൾക്ക് വഴികാട്ടിയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ. ഒരു സംശയവുമില്ല, നിസ്സംശയം പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ഒരു സംശയവും വേണ്ട. അത് മുത്തഖീങ്ങൾക്ക്, മതഭക്തർക്ക്, മതബോധമുള്ളവർക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അവരതിനെ സ്വീകരിക്കും. ഖുർആനിനെ സ്വീകരിച്ചവർ മതഭക്തന്മാര് തന്നെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ച സത്യമായ, നഗ്നമായ സത്യമാണിത്. മുത്തഖീങ്ങളുടെ വഴികാട്ടിയായ ഖുർആൻ, ഈ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുന്ന സത്യം, നിങ്ങൾ മുത്തഖീങ്ങളായാൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? വെറുതെ ഒരാളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കലല്ല അല്ലാഹുവിന്റെ ലക്ഷ്യം. അവൻ തഖ്വ ഉള്ളവനായി മാറിയാൽ അല്ലാഹു തആല അവന് നൽകുന്ന ഗുണങ്ങളും വിശേഷണങ്ങളുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്, ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം, ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം, രോഗങ്ങൾ മാറണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, സഹായങ്ങൾ കിട്ടണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ദുനിയാവിൽ വെച്ച് സാധിക്കാനുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദുനിയാവിൽ ജീവിതം നയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ നശ്വരമായ, ക്ഷണികമായ, നൈമിഷികമായ ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിതം നയിക്കുമ്പോൾ എന്നെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗുണങ്ങൾ നൽകി നിങ്ങളെ ഞാൻ ശ്രേഷ്ഠനാക്കാം. അതിന് അല്ലാഹു തആല വെച്ച ഒരേ ഒരു ഉപാധി എന്താണ്? ഭയഭക്തിയുള്ളവരായി മാറുക, തഖ്വ ഉള്ളവരായി മാറുക. ആ ഒരൊറ്റ ഉപാധി മാത്രമേ അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളൂ. അതാണ് ലഅല്ലകും തത്തഖൂന എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ നോമ്പുകാരനായി മാറി, തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഓഫറുകൾ: ഒന്ന്, അൽ ഹിഫാളതു മിനൽ അദാ, ഏത് വലിയ ബദ്ധവൈരികളും ശത്രുപാളയത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും സംരക്ഷിക്കാമെന്ന് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. നമ്മളെ ഏത് വൈരികൾ, ഏത് ബദ്ധവൈരികൾ, ഏത് ശത്രുക്കൾ നമ്മളെ കടന്നാക്രമണം നടത്താൻ ഒളിഞ്ഞുകൊണ്ട് അവൻ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടോ, അവന്റെ കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് അല്ലാഹു തആല നൽകുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന ഓഫറുകളെല്ലാം മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഏത് മുത്തഖീങ്ങൾ? റമളാനിൽ നോമ്പ് പിടിച്ചാൽ നിങ്ങൾ മുത്തഖീങ്ങളാകും എന്ന് അല്ലാഹു തആല പറഞ്ഞ മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറായത്. അതുകൊണ്ട് സാധാരണക്കാരനക്ക് ഇത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തഖ്വ ഉള്ളവരായി അല്ലാഹ് എന്നെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, എന്നോട് നിങ്ങളോട് തഖ്വ ഉള്ളവരായി മാറാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. എല്ലാ
എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാമ നമ്മളോട് അഭ്യർത്ഥിക്കുന്ന ഒരു അഭ്യർത്ഥനയാണ്, ഒരു ഉപദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങളുടെ സംസാരം നന്നാക്കണമേ. മയമായ നിലയിൽ, മാന്യമായ നിലയിൽ, അശ്ലീലങ്ങളൊന്നുമില്ലാത്ത സംസാരം മാത്രമേ നിങ്ങൾ സംസാരിക്കാവേ എന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് ഉത്ബോധനം നടത്തുകയാ. അങ്ങനെ നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയാൽ, മാന്യമായ നിലയിൽ സംസാരിക്കുന്നവരായി മാറിയാൽ, യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരികയും ചെയ്യും. അങ്ങനെ നാക്കുകളെ നന്നാക്കി, നാവുകളെ നന്നാക്കി, ഹറാമുകൾ ഒഴിവാക്കി തഖ്വ ഉള്ള യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവരായി. അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർക്കുള്ള ഗുണമെന്താ? അവർ ഉന്നതമായ വിജയത്തിൽ എത്തിപ്പെട്ടു. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഈ പറയപ്പെട്ട വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട്, ഈ പറയപ്പെട്ട ഉത്ബോധനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആരൊരാൾ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നുവോ, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവർ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ, അവർ വിജയിച്ചു നടത്താം, അവർ വിജയം കൈവരിച്ചു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ജീവിക്കുന്ന എന്തിനാണ്? ആഖിറത്തിൽ വിജയിക്കാനാ, ദുനിയാവിൽ വിജയിക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആഖിറത്തിൽ വിജയിക്കാനാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്. നമ്മൾ ഈ ചെറിയ സദസ്സിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത് ദുനിയാവിലെ രക്ഷയ്ക്കല്ല, ആഖിറത്തിൽ വിജയത്തിനാണ്. ഈ വാള് പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതും ഈ പ്രസംഗിക്കുന്നതും ആഖിറത്തിലെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിലെ ലക്ഷ്യം നമുക്കില്ല. ഇവിടെ ദുനിയാവിനെ കുറിച്ച് നമുക്കൊരു ചർച്ചയില്ല. നമ്മുടെ ആഖിറമാണ് നമുക്ക് വലുത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, പരലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവിടെ അനശ്വരമായ ഭവനത്തിൽ ഒരു താമസം കിട്ടാനാണ് നമ്മൾ ഈ കിടന്ന ഈ ദുനിയാവിൽ, ഈ നൈമിഷികമായ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത്. അതല്ലാതെ ആഖിറത്തെ പേടിയില്ലാത്തവർക്ക് പള്ളിയും വേണ്ട, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഹജ്ജും വേണ്ട, ഇബാദത്തും വേണ്ട, ഒന്നും വേണ്ട. ആഖിറത്തിലെ അനശ്വരമായ അനന്തമായ ആ ഒരു ജീവിത ശൈലി അല്ലാഹു നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ വാങ്ങാനാണ് ഈ വഅദ് നസീഹത്തുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. അതെങ്ങനെ കിട്ടും ആ ഓഫർ? അതാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കുക, അല്ലാഹയെ സൂക്ഷിച്ച് നാവുകൾ സൂക്ഷിക്കും, നാക്ക് ശ്രദ്ധിക്കും. എന്നാൽ നിങ്ങളുടെ അമൽ അല്ലാഹ് നന്നാക്കി തരും, നിങ്ങളുടെ നിസ്കാര ഇബാദത്ത് അല്ലാഹ് നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. ആരൊരാൾ അങ്ങനെ നന്നായാൽ അവൻ വിജയിച്ചു, ഉന്നതമായ വിജയം കരസ്ഥമാക്കിയവനായി. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നു, തഖ്വ ഉള്ളവർക്ക് നാവ് നന്നാക്കാൻ പറ്റുള്ളൂ, സത്യസന്ധനായി ജീവിക്കാൻ കഴിയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനോടൊപ്പം നിങ്ങൾ സത്യസന്ധന്മാരായി മാറുകയും ചെയ്യണം. കള്ളം പറയാൻ പാടില്ല, കാപട്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല, ഫനായും ഫിത്നായും പറയാൻ പാടില്ല, ഇതിനൊന്നും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അല്ലാഹു പറയുകയാണ്, സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ. ആ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആരെ കൊണ്ട് കഴിയും? മുത്തഖീങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. സത്യസന്ധന്മാരും മുത്തഖീങ്ങളും കള്ളം പറയൂല, തമാശയ്ക്ക് പോലും കള്ളം പറയൂല. കള്ളം പറയുന്നവർ അല്ലാഹ് ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് അല്ലാഹ് പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങൾ തഖ്വ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സത്യസന്ധന്മാരായി മാറുക. വകൂനൂ മഅസ്സാദിഖീൻ. എന്നിട്ട് അല്ലാഹു അവരോട് പറയുന്നു, നാളത്തെ ഒരു ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? തഖ്വ ഉള്ളവരെ, നിങ്ങൾ അല്ലാഹയെ പേടിച്ചിട്ട് നാളത്തെ ഒരു ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? യാ അയ്യുഹല്ലദീന വൽതൻദുർ
قدمت لغد واتقوا الله إن الله خبير. നാളത്തെ ഒരു ദിവസത്തെ ഓരോ ആത്മാവും പ്രതീക്ഷിച്ച് വേണം ജീവിക്കാൻ. അല്ലാഹു ഓർത്തോ, പേടിച്ചോ? ഓരോ ആത്മാവും ചെയ്തത് എന്താണ് എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും മറഞ്ഞിരുന്നും ഒളിച്ചിരുന്നും ഒക്കെ ചെയ്യുന്നതിനെ വ്യക്തമാക്കുന്ന ഒരു ദിവസമുണ്ടാകും. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് വിശ്വാസികളെ, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാനെ ഭയന്ന് ജീവിക്കണേ. ഖുർആനിന്റെ പല ഭാഗങ്ങൾ പരിശോധിച്ചാലും അല്ലാഹു ഇതാ പറയുന്നത്. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച മുത്തഖീങ്ങൾക്ക്, ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹീങ്ങൾക്ക്, മതഭക്തന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശത്രുക്കളിൽ നിന്ന് അല്ലാഹു അവനെ സഹായിക്കും. ഒരു ഗൺമാനും വേണ്ട, ഒരു പട്ടാളവും വേണ്ട, ഒരു പോലീസും വേണ്ട, ഒരു കൂട്ടുകാരനും വേണ്ട, അല്ലാഹു അവനെ സഹായിക്കും. എപ്പോൾ? ഇവൻ അല്ലാഹയെ ഭയപ്പെടുന്നവനായി മാറിയാൽ. تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. അല്ലാഹു സുബ്ഹാനഹു വതആല നബിയും സഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് വല്ല ഗുണമുണ്ടായാൽ അത് അമുസ്ലിമീങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു വല്ലാത്ത വിരോധമാണ്. ഒരാൾക്കൊരു ഖൈർ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ എന്ന് പറയുമല്ലോ നമ്മള്. നബിക്കും സഹാബത്തിനും വല്ല ഗുണമുണ്ടാകുമ്പോൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഇസ്ലാമിന്റെയും ബദ്ധവൈരികൾക്ക് അത് അംഗീകരിക്കാൻ അങ്ങോട്ട് കഴിയില്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വല്ലാത്ത കുശുമ്പാണ്, കുശുമ്പ്. എന്നാൽ അവർക്ക് വല്ല ദോഷബാധയേറ്റാലോ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. പക്ഷെ ഈ ജോലി, ഈ ഒരു രോഗം ഇത് മുസ്ലിങ്ങളിൽ പടർന്നിരിക്കുകയാണ്. ഈ ഒരു ജോലി അത് നമ്മൾ പാടില്ല. ഇത് അല്ലാഹു തആല പറഞ്ഞത് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾക്ക്, ഇസ്ലാമിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ അവർ സന്തോഷിക്കും. പക്ഷെ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, ഉണ്ടാകും. നിങ്ങൾ ആ വിഷയത്തിൽ പേടിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട, പ്രയാസപ്പെടാൻ വേണ്ട. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതി. ഇൻ തംസസുകും ഹസനതുൻ തസുഹും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഇൻ തംസസുകും ഹസനതുൻ, നിങ്ങൾക്കൊരു നന്മ വന്നാൽ, തസുഹും, അത് അവരെ വേദനിപ്പിക്കുമത്രേ. വഇൻ തുസിബുകും സയ്യിഅതുൻ യഫ്റഹൂ ബിഹാ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ ഒരു പ്രയാസം നേരിട്ടാലോ ആ പ്രയാസത്തിന്റെ പേരിൽ എതിരാളികൾ തുള്ളിച്ചാടുമത്രേ, സന്തോഷിക്കുമത്രേ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, വിശ്വാസി സമൂഹമേ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നേരിട്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് 2. ഫഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരായി മാറണമേ. എങ്കിൽ ലാ യളറുകും കൈദുഹും ശൈആ, നിങ്ങളുടെ എതിരാളികൾ ഏതെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞു ചെയ്താലും, ഏതെല്ലാം ഒളിത്താവളങ്ങൾ സൃഷ്ടിച്ചാലും, നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ അവർ കിടഞ്ഞു പരിശ്രമിച്ചാലും, അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളുടെ രോമകൂമങ്ങൾക്ക് പോലും ഒരു ന്യൂനത ഉണ്ടാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ ഒരു കുതന്ത്രവും ഇങ്ങോട്ട് വലിക്കൂല, ഒരു കുതന്ത്രവും വലിക്കൂല. എന്താ ഡിമാൻഡ്? ഫൈൻ തസ്ബിറൂ വതത്തഖൂ, ക്ഷമിക്കണം, തഖ്വ വേണം. ഇപ്പൊ ദുആ ചെയ്താൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല.
ഇപ്പൊ ദുആ ചെയ്ത ഇപ്പൊ തന്നെ കിട്ടണം. അസറിന് ചെയ്താൽ മഗ്‌രിബിന് കിട്ടണം. നടക്കുന്ന കാര്യമാണ്. അതാണ് നമുക്ക് ക്ഷമയില്ലാതെ പോണത്. നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ പടച്ച തമ്പുരാന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, എന്നിട്ട് ക്ഷമ അവലംബിച്ചാൽ അള്ളാഹു നമുക്ക് ഗൈബിയായ നിലയിൽ സഹായം നൽകും. യാതൊരു സംശയമില്ല. നമ്മുടെ വിഷയങ്ങൾ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇന്ന് ഈ ഉമ്മത്ത് തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് സഹായം വൈകുന്നത്. ഭാര്യ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വായ നോക്കി ഇങ്ങനെ കണ്ണാടി കൂട്ടിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. തൊട്ടടുത്ത തൈക്കാവിലോ പള്ളിയിലോ പോയിട്ട് 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് പറയണം, അല്ലാഹുവേ, എന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിലാണ്. ഡോക്ടർമാർക്ക് കഴിവില്ല, മരുന്നിനൊന്നും ഒരു കഴിവില്ല. അല്ലാഹ്, നീയാണ് സൃഷ്ടിച്ചത്, നീയാണ് സൃഷ്ടാവ്, നീയാണ് കുട്ടിക്ക് ജന്മം നൽകുന്നത്. ഓരോ പെണ്ണിന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നവർ നീയാണ്. ആ കുഞ്ഞുങ്ങൾക്കൊരു ന്യൂനത പോലും ഇല്ലാതെ ഈ ബൃഹത്തായ ലോകത്തെ കയക്കുന്നത് നീയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഭാര്യയുടെ കാര്യം നീ ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി 2 റക്അത്ത് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ക്ഷമ അവലംബിക്കുക. അതിന് തയ്യാറുണ്ടോ? ഇല്ല. കടം കയറി വീട് ആകെ ഇടങ്ങേറായി പോയി. കടം ഭയങ്കരമായ കടത്തിലും പ്രയാസത്തിലും പെട്ടുപോയി. കടം മാറാൻ വേണ്ടി എന്ത് ചെയ്യും? ചെറിയ പലിശക്കാരനെ ആദ്യം സമീപിക്കും. അവന്റെ കടപാട് തീർക്കാൻ വലിയ പലിശക്കാരനെ സമീപിക്കും. അവന്റെ ഇടപാട് തീർക്കാൻ കൊള്ളപ്പലിശക്കാരനെ സമീപിക്കും. അവന്റെ ഇടപാട് തീർക്കാൻ മീറ്റർ വെച്ച് പലിശ കൊടുക്കുന്നവനെ സഹായിക്കും. അവനെ പോയി സഹായം തേടും അവനോട്. അവസാനം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബ്ലേഡും കൊണ്ടുവന്ന് അവന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോൾ അവന്റെ വീടും പ്രമാണവും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെക്കും. അതും കൂടെ പോകുന്ന ഒരവസ്ഥ വരുമ്പോ ഒരു തുണ്ട് എഴുതി ഉസ്താദിന് കൊടുത്തു വിടും. കടം കൊണ്ട് വളരെ വിഷമത്തിലും പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് ദുആ ഇറക്കണമെന്ന്. ലാസ്റ്റ് ഘട്ട അത്യാഹിതത്തില് തുടക്കത്തിലെ ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഗുളിക കഴിച്ചാൽ അങ്ങ് ശരിയാകുമായിരുന്നു. ഇതങ്ങ് അറ്റമെത്തി ലാസ്റ്റ് തീരാറായപ്പോ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തേലുമൊക്കെ അസുഖം വരുമ്പോ അതൊന്നും നോക്കണം. ചിലർ നോക്കൂല, ടെസ്റ്റ് ചെയ്യൂല. എന്നിട്ട് എല്ലാം ഞാൻ അള്ളാഹുൽ വരമേൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പ്രേ ആൻഡ് പ്രയർ, പ്രേ ആൻഡ് വർക്ക്. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. മരുന്ന് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, മരുന്ന് ചികിത്സ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. അല്ല മരുന്ന് ചികിത്സ ഒന്നും ഇല്ലാതെ പ്രാർത്ഥിക്കൽ പെന്തക്കോസ്തുകാരുടെ സ്വഭാവമാണ്. നമുക്ക് ആ സ്വഭാവമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദുആ ചെയ്ത് അതിനുള്ള മരുന്നുകൾ കഴിക്കുക. മരുന്നിന് കഴിവില്ല, അള്ളാഹ്ക്ക് കഴിവ്. പടച്ചവനെ നീ ശിഫദ അല്ലാഹുവേ, ബിസ്മി ചൊല്ലി കഴിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബ് കാര്യങ്ങൾ നേടിയെടുക്കുക. നമ്മളിത് കാര്യം ഏറ്റെടുക്കും. ഇത് നമ്മുടെ മൊത്തം യഖീൻ, നമ്മുടെ മൊത്തം വിശ്വാസം ഡോക്ടറിലുമായി പോയി, മരുന്നിലുമായി പോയി. അതാ മാറാത്ത അസുഖം. ഓ, ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാറ്റ് പോയേനെ. വിശ്വാസം അങ്ങനെ പോവാണ്. ആ ഡോക്ടറാണ് രക്ഷപ്പെടുത്തിയത്. ഓ, ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്, ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്. വിശ്വാസം പോകുന്ന പോക്ക് കണ്ട. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസബ്ബിബുൽ അസ്ബാബാണ്. കാര്യങ്ങൾ അല്ലാഹു കാരണങ്ങളിലൂടെ, സബബുകളിലൂടെ മാത്രമേ അല്ലാഹു തആല ചെയ്തു തരുകയുള്ളൂ. നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കണം, ചികിത്സിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. അല്ലാഹു ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകും. ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു, ഡോക്ടറോട് നമ്മൾ പറഞ്ഞു, സാറേ വേണ്ടവണ്ണം ഒന്ന് കൈകാര്യം ചെയ്യണം. ഡോക്ടർ പറയും, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തോളാം. മാന്യമായ സംസാരം, മാന്യമായ സംസാരം നമ്മളും ചെയ്യേണ്ടത് അതാണ്. അല്ല ഡോക്ടറിന്റെ മുന്നിൽ പോയി കയ്യും കാലും പിടിച്ചിട്ട് 500 താളുകൾ കൊടുത്തിട്ട് കാര്യമില്ല. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു കുട്ടി ഹോസ്പിറ്റലിൽ 1.5 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്തു. 1.5 കോടി രൂപയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അവസാനം മരിച്ചുപോയി. ഡോക്ടർ പറഞ്ഞു, ഈ 1 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്താൽ കുട്ടിക്ക് രക്ഷ കിട്ടുമെന്ന്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, അത് ചെയ്യരുത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് കുട്ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഡോക്ടർമാർ ഉറപ്പ് തരുന്നുണ്ടോ? ഉറപ്പ് തരുന്നുണ്ട് ഉസ്താദ്. ഡോക്ടർമാർ പറയുന്നത് കുഴപ്പമില്ല. കിട്ടുമോ? അള്ളാന്റെ തീരുമാനം, അള്ളാന്റെ തീരുമാനം. അല്ലാഹു തആല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു നിക്ഷേപമാക്കി ആ കുട്ടി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ
നമ്മളൊരു രോഗിയായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ, നമുക്കൊരു പ്രയാസം വരുമ്പോഴോ, നമുക്കൊരു ബുദ്ധിമുട്ടുകളോ, നമുക്കൊരു വേദനകളോ അസഹ്യതകളോ നമ്മളെ നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വാധീനിക്കലല്ലാതെ നമുക്കൊരു മാർഗവുമില്ല. റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഖേദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ പറയാൻ തയ്യാറാകുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് അദൃശ്യമായ നിലയിൽ സഹായം നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു തരും. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത സഹായം അങ്ങനെയാണ്. ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത സഹായം അങ്ങനെയാണ്. ആ സഹായം അല്ലാഹു നമുക്കും തരും. ഇത് ഔലിയാക്കൾക്ക് മാത്രം അല്ലാഹു പ്രത്യേകമായി എഴുതി വെച്ച സഹായമൊന്നുമല്ല. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സഹായിക്കാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആ സഹായം അല്ലാഹു നൽകണമെങ്കിൽ അല്ലാഹുവിലേക്ക് അടുക്കണം. എങ്ങനെ? നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും തഖ്വയിലൂടെയും. യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ വസ്സബിരി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾ ക്ഷമിക്കണേ. നിങ്ങൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ സ്വാധീനിക്കണേ. നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് സഹായത്തിന് വേണ്ടി ക്ഷമ അവലംബിക്കണമേ. നിശ്ചയം അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ബസ് വരുന്നു, രാവിലെ 8 മണിക്ക് വരേണ്ട ബസ്. നമ്മള് 7:45 കുളിച്ചൊരുങ്ങി പുസ്തകമൊക്കെ ആയിട്ട് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുന്നു, ബസ് കാത്ത്. 8 മണിക്ക് വന്നില്ല. 8:15 ബസ് വന്നുള്ളൂ. ആ 8:15 വരെ നമ്മൾ നോക്കി നിൽക്കൂലേ? ഇല്ല, ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി, ബൈക്ക് കിട്ടി, കയറി പോയി. ശരി, പോട്ടെ, സമ്മതിച്ചു. ബോംബെക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക. രാവിലെ 10:05 ബോംബെ വണ്ടി വരും, വന്നില്ല. ഏതായാലും ബൈക്കിൽ കയറി പോവോ? ബോംബെയിൽ ഒരു ബൈക്ക് കിട്ടി, ഞങ്ങളപ്പോ ബോംബെ കയറി പോയി. എന്തെങ്കിലും പറയാൻ പറ്റുമോ? 10:15 വരേണ്ട വണ്ടി വിളിച്ചു പറയുന്നു 2.5 മണിക്കൂർ വൈകിയേ വരുള്ളൂ. ആ 2.5 മണിക്കൂറും അവിടെ നിൽക്കൂലേ സുഹൃത്തുക്കളെ? ആ വണ്ടിക്ക് വേണ്ടി നിൽക്കൂലേ? റിയാദിന് പോകാന്, ദുബായിക്ക് പോകാന്, കുവൈറ്റിന് പോകാന്, ബഹ്റൈന് പോകാന് ഇവിടുന്ന് വണ്ടി കയറി എയർപോർട്ടിൽ പോയി. രാവിലെ 5:05 ഫ്ലൈറ്റ്. അവിടെ ചെന്നപ്പോൾ പറയുന്നു 12 മണിക്കേ ഉള്ളൂ ഫ്ലൈറ്റ്. ഇന്നത് താമസിച്ചാ പോണെ. ട്രാൻസ്പോർട്ടർ ബസ്സിൽ കയറി പോന്നോലെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിക്കകത്ത് കയറി പോകാൻ പറ്റുമോ? അവിടെയൊക്കെ ക്ഷമ, അവിടെയൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കും. ഒരു 10-500 റിയാൽ ലാഭത്തിന് വേണ്ടി ത്രൂ ആയിട്ട് പോയി റിയാദിൽ ഇറങ്ങേണ്ട ചെറുക്കൻ കറങ്ങിപ്പോയി മസ്കറ്റിൽ പോയി 9 മണിക്കൂർ താമസിച്ചിട്ട് റിയാദിൽ പോയി ഇറങ്ങും. എന്തിനാ? ഒരു 500 റിയാൽ ലാഭം കിട്ടാൻ വേണ്ടിട്ട്. അതിന്റെ ഗുണം എന്താ? 9 മണിക്കൂർ മസ്കറ്റിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണം. 500 റിയാൽ ലാഭത്തിന് വേണ്ടി 9 മണിക്കൂർ മസ്കറ്റിൽ താമസിക്കുന്നതിന് ഇവന് ക്ഷമയുണ്ട്. അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് അത് വരുന്നതിന് വരെ കാത്തിരിക്കാൻ ഇവന് ക്ഷമയില്ല. ലൊഹറിന് ചോദിച്ചാൽ അസറിന് കിട്ടണം, അസറിന് ചോദിച്ചാൽ മഗ്‌രിബിന് കിട്ടണം, മഗ്‌രിബിന് ചോദിച്ചാൽ ഇശാക്ക് കിട്ടണം. ഇശാ നിസ്കരിച്ച് ചോദിച്ചിട്ട് നടന്നാൽ സുബഹി ആവുമ്പോഴത്തേക്ക് വാതില്ല എന്തെങ്കിലുമൊക്കെ അള്ളാഹു അവിടെ കൊണ്ട് വെച്ചേക്കണം. ഇത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് ക്ഷമിച്ചിരുന്നാൽ റബ്ബ് തരും, സഹിക്കണം, ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, സഹായിച്ചില്ലേ? ആരാണ് ബദരീങ്ങളെ സഹായിക്കാൻ അവിടെ മുന്നിട്ടിറങ്ങിയത്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും നോമ്പും പിടിച്ച് കഷ്ടപ്പെട്ട് എരിപൊരി കൊള്ളുന്ന വെയിലിൽ ബദറിന്റെ രണാങ്കളത്തിലേക്ക് വന്ന് നിൽക്കുകയാ. വെള്ളമുള്ള സമൃദ്ധമായ സ്ഥലങ്ങൾ മുഴുവനും പ്രതിയോഗികൾ പിടിച്ചടക്കിയിരിക്കുമ്പോ ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളും ബലഹീനരായ കുറെ സഹാബത്തും മാത്രം ബദറിന്റെ രണാങ്കളത്തിൽ അണിനിരന്നു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് വലതും ഇടതും നോക്കുകയാ. ബഹുമാനപ്പെട്ട പ്രവാചകൻ ആ സ്വഹാബത്തിനെ നോക്കുമ്പോ അൻസാരികളും മുഹാജിരീങ്ങളുമായ പാവപ്പെട്ട സഹാബത്ത് ഈ സഹാബത്തിനെ കൊണ്ട് റബ്ബേ ഈ സത്യദീനിനെ നീ നിലനിർത്തണമേ എന്ന ദുആ എന്ന ആയുധം മാത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രയോഗിച്ചത്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ അല്ലാഹു തആല തലേന്ന് രാത്രി ഉറക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു മുസല്ല എടുത്ത് വിരിച്ചിട്ട്
പോയിട്ട് ആ പാതിരാ മുഴുവനും നേരം വെളുക്കുവോളം സുബഹിയോളം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. ഉറക്കമില്ല, വിശ്രമമില്ല, നിദ്രാരഹിതനായിക്കൊണ്ട് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സത്യത്തിന്റെ ദീൻ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടി പൊട്ടിക്കരഞ്ഞപ്പോ ആരംഭപ്പൂവായ ഹബീബിന്റെ വലം കൈയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ക്ഷമിക്കൂ നബിയേ, ക്ഷമിക്കൂ നബിയേ, ക്ഷമിക്കൂ നബിയേ. അല്ലാഹു അങ്ങേക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം അല്ലാഹു പാലിക്കും യാ റസൂലല്ലാഹ്. അതുകൊണ്ട് വിശ്രമിക്കൂ യാ റസൂലല്ലാഹ്, അങ്ങൊന്ന് സമാധാനിക്കൂ യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തന്നെ കൊണ്ട് പറഞ്ഞു, നബി തങ്ങളെ ക്ഷമിക്ക്, എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? ആ കരച്ചിലും വെപ്രാളവും ബഹളവും. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നാളെ വിജയം, സത്യത്തിന്റെ മാർഗത്തിൽ വിജയം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ച് രാത്രി ബദറിന്റെ 17-ാം രാവിന്റെ അന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുക രാത്രി മുഴുവൻ. നമ്മള് ബിരിയാണി പൊതി മേടിച്ചെന്ന് ഒരുത്തന് ബിരിയാണി പൊതി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പള്ളിയിലെ സെക്രട്ടറിയെ കുത്തി, അല്ലെങ്കിൽ അത് വെച്ചവനെ കുത്തി, അവനെ അടിച്ച് ഇവനെ അടിച്ച് ആകെ വേള ഉണ്ടാക്കി പള്ളിയിൽ പ്രശ്നമാക്കും. ഇവിടെ ബദർ പള്ളിയിൽ ബദർ ബിരിയാണി പൊതിക്ക് വേണ്ടി നിബിധങ്ങൾ പൊട്ടിക്കരയുക. ഈ ഉമ്മത്തിന് ദീൻ നിലനിർത്തി കിട്ടാൻ വേണ്ടി, ഈ ദീൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുക. അവർക്ക് വല്ല ആയുധങ്ങളുണ്ടോ? അശ്വാരൂഢന്മാരുണ്ടോ? അത്യാധുനിക ഉപകരണങ്ങളുണ്ടോ? അംഗബാഹുല്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ബഹുമാനപ്പെട്ട പ്രവാചകനെ അണിനിരന്നിരിക്കുന്നത് പാവപ്പെട്ട മുഹാജിരീങ്ങളും പാവപ്പെട്ട അൻസാരികളുമായ ബലഹീനരായ സഹാബത്ത്. ഒന്നോ രണ്ടോ തുരുമ്പ് പിടിച്ച കുന്തങ്ങൾ, ഒരു 7-8 ഒട്ടകങ്ങൾ, മറ്റുള്ളവർക്ക് 100 അശ്വാരൂഢന്മാർ, 700 ഒട്ടകങ്ങൾ, ആയിരക്കണക്കായ ശത്രു സൈന്യങ്ങൾ എല്ലാവരും വന്ന് അണിനിരന്ന് പാട്ടും ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും ബ്രേക്ക് ഡാൻസും ഒക്കെയാടി സന്തോഷിച്ച് മദ്യം വിളമ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയും സഹാബത്തും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ കണ്ണുനീരായിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ فَاتَّقُوا اللَّهَ لَعَلَّكُمْ تُرْحَمُونَ. അല്ലാഹു നിങ്ങളെ ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ? ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ? ബദറിൽ നിങ്ങൾ നിന്ദ്യരായിരുന്നില്ലേ? അംഗവൈകല്യമുള്ളവരായിരുന്നില്ലേ? അങ്കുലി പരിമിതമായ നിങ്ങളെ അല്ലാഹു ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ? ആ രക്ഷപ്പെടുത്തിയതും സഹായിച്ചതിന്റെയും കാരണം നിങ്ങൾ അല്ലാഹയെ ഭയപ്പെട്ടതിന്റെ പേരിലല്ലേ? അല്ലാഹയെ സ്വാധീനിച്ചതിന്റെ പേരിലല്ലേ? അവനോട് സഹായം തേടിയതിന്റെ പേരിലല്ലേ? അല്ലാഹു അവിടെ സഹായിച്ചു. ആയിരക്കണക്കായ ശത്രുക്കളുടെ മുന്നിൽ റബ്ബ് സഹായിച്ചില്ലേ? വേറെ എങ്ങനെ ആരെങ്കിലും മിസൈൽ കൊണ്ടുവന്നോ? അല്ലാഹു തആല ഘട്ടം ഘട്ടമായി മോളിൽ ഇങ്ങനെ മലക്കുകൾ ഇറക്കി സഹായിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ആ സഹായം അല്ലാഹു തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയല്ലേ? പക്ഷെ അത് നേടിയെടുക്കാനും ചോദിക്കാനും നമ്മളെ കൊണ്ട് സമയമില്ലല്ലോ. കാര്യം ഇപ്പൊ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട ഈ കൂടോത്രവും മന്ത്രവാദവും ഇതിനൊക്കെ നമ്മൾ പോണത്. പോയിട്ട് പെട്ടെന്ന് കാര്യം, ഒരു കാടമുട്ടയ്ക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കാര്യം നടക്കാൻ പറ്റുക, അങ്ങനെ കോഴിത്തലയ്ക്കാതെ നടക്കാൻ പറ്റുക, അങ്ങനെ പെട്ടെന്ന് കാര്യം നടക്കാൻ. പെണ്ണുങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല, സബറില്ല. ഇതിനു വേണ്ടിയിട്ട് പിറകെ ഓടുക, സമയം മുഴുവൻ ഓടുക. ഖുർആൻ പറയും, മുരുകാലയത്തിൽ പോകുമ്പോൾ മുരുകൻ പറയാം, ഒരു ഖുർആൻ മേടിച്ചാ പള്ളി കൊണ്ട് കൊടുത്തരാം, അതേപോലെ കൊണ്ടും കൊടുക്കും. ഹൈദ് വന്ന താത്തായാലും ജനാബത്ത് വന്ന താത്തായാലും അവിടെ നോക്കാറില്ല, മുരുകൻ പറഞ്ഞതാണ് കൊണ്ട് കൊടുത്തരാം. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ദിവ്യ സന്ദേശങ്ങളാണ്, പടച്ചവന്റെ വാക്കുകളും വചനങ്ങളുമാണ്. അശുദ്ധിയോടുകൂടി അതിനെ നീ തുടരുത്, സ്പർശിക്കരുത്. അത് ഓതുമ്പോഴും അത് പ്രചരിപ്പിക്കുമ്പോഴും അത് പ്രബോധനം ചെയ്യുമ്പോഴും നീ മര്യാദ പാലിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇന്ന് സ്വീകരിക്കാറുണ്ടോ? അതിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ? ടിവിയുടെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ? ആരെങ്കിലും അതൊന്ന് തുറന്നു നോക്കാറുണ്ടോ?
എല്ലാ മുസീബത്തുകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, കുടുംബത്തിലെ സകലമാന ദുഃഖങ്ങളും ദുരിതങ്ങളും പറന്നു പോകും. പിശാചിന്റെയും ചെകുത്താന്റെയും ചാത്തന്റെയും ചാമുണ്ടിയുടെയും എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും ഏതൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ. നബിയുനാ റസൂലുള്ളാഹി ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ചാത്തൻ സേവയുണ്ടെങ്കിൽ പറന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈത്താൻ അവിടെ കയറൂല, പിശാച് അവിടെ വരൂല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് വീണ മുത്തുമൊഴിയാണിത്. വിശ്വസിച്ചുകൂടെ നമുക്ക്? ആരൊരാളൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതുന്നുവോ ആ വീട്ടിൽ ശൈത്താൻ ഉണ്ടാവൂല. പക്ഷെ 2.5 ജുസു അത്തിരി പാടാ. ഓതോ 2.5 ജുസു രാവിലെ ഇരുന്ന് അങ്ങോട്ട് ഓതണം. 1 മണിക്കൂർ മതി. കുട്ടികളെ ഏൽപ്പിട്ട് എവിടെ സുബഹി നിസ്കരിക്കാൻ സമയമല്ലേ, പിന്നല്ലേ ഇവിടെ രാവിലെ ഓതാൻ പോണത്. ഓത്, രാവിലെ ഒരു നോത്. ശൈത്താൻ ഓതും. അവിടെ നാഗവല്ലിയും വരൂല, അവിടെ ചാമുണ്ടിയും വരൂല, അവിടെ ചങ്ങലമാടനും വരൂല, അവിടെ ഒരു ശൈത്താനും വരൂല. നബി തങ്ങളുടെ വാക്കാണിത്, ഹബീബായ തങ്ങളുടെ മുത്തായ വാക്കാണിത്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ? ദാരിദ്ര്യം കൊണ്ട് പട്ടിണിയിലാണോ? സാമ്പത്തികമായിട്ട് നിങ്ങൾ പിന്നോക്കമാണോ? സാമ്പത്തികമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ? സാമ്പത്തിക മാന്ദ്യം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യ്, അല്ലാഹു സാമ്പത്തിക മാന്ദ്യം എടുത്തു കളയും. മഗ്രിബിന്റെ ഇശാഇന്റെയും ഇടയ്ക്ക് നിങ്ങൾ ഈ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നുമെടുത്തുകൊണ്ട് അതോടുകൂടി കിബിലയ്ക്ക് നേരെ TV എടുത്തു വെച്ചിട്ട് അതിന്റെ മുന്നിരുന്ന് സീരിയൽ കാണാൻ ഈ സഹോദരി സമുദായം തയ്യാറായത് കൊണ്ടാണ് ഈ ഉമ്മത്ത് പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അള്ളാഹുവിനെ ചോദിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടാത്തത്. അതിന് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. TV കണ്ടോണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഇടാൻ പോയപ്പോൾ കറണ്ട് അടിച്ചു, അത്യാഹിത വാർഡിൽ കിടക്കുന്നു, TV എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് താത്ത പോയി ദുആയോടെ ദുആ. അങ്ങനത്തെ ആവശ്യം വരുമ്പോഴുള്ള ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട. ആവശ്യം വരുമ്പോഴുള്ള ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട. അതിന് മുമ്പ് അവിടെ പോയി ദുആ ചെയ്യാൻ കൊച്ചി TV ഓണാക്കിയപ്പോ കറണ്ട് അടിച്ചു, ദാ കിടക്കുന്നു, പൊക്കെ എടുത്ത് ആശുപത്രി കൊണ്ടിട്ടു, ദുആയോടെ ദുആ. ഉസ്താദിന് ഒരു കത്തടി, മോൾ ആശുപത്രി കിടക്കാം, പറയാൻ പറ്റൂല, കറണ്ട് അടിച്ചെന്നേ വരുള്ളൂ. TV ഓണാക്കാൻ നേരത്തെ